ഹലോ, വെൽക്കം ബാക്ക് ടു നെസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു മക്രോണിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മക്രോണി തയ്യാറാക്കിയെടുക്കുന്നത്. ആ ബീഫ് സ്പെഷ്യൽ മസാലയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മക്രോണി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പോട്ടിൽ കുറച്ച് അധികം വെള്ളം വെക്കാം. അപ്പോൾ നമുക്ക് മക്രോണി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെക്കുക. ഒരു കപ്പിന് 3 കപ്പ് എന്ന അളവിലാണ് കേട്ടോ നമ്മൾ വെള്ളം വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു പോട്ട് നിറച്ച് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മക്രോണിക്കും ഓരോ വേവായിരിക്കും. ഈ ഒരു മക്രോണി പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഓരോ മക്രോണിയുടെയും വേവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം മക്രോണിയുടെ അളവിലാണ് കേട്ടോ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. മക്രോണി ഇട്ടതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ ഒന്ന് കുക്കായി വന്നോട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു പോട്ടിലോട്ട് നമുക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു 80% കുക്കാകുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു റെസിപ്പിയിലോട്ട് ഞാൻ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കാറ്. അതാണ് കേട്ടോ ഇതിന് കുറച്ചധികം ടേസ്റ്റ് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴേക്ക് നമ്മുടെ ടൊമാറ്റോസൊക്കെ ഒന്ന് സ്മാഷായി കിട്ടും. അത് നല്ലപോലെ ഒന്ന് നമുക്ക് ഒരു തവി വെച്ച് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ അവസാനമായിട്ട് നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിലൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നോട്ടെ. ഈ ഒരു സമയം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മസാല ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ബീഫ് മസാലയിലുള്ള മക്രോണിയാണ്. അപ്പം ബീഫ് നമ്മൾ സാധാരണ സമൂസക്കൊക്കെ കുക്ക് ചെയ്തെടുക്കാറില്ലേ, അതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബീഫാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്കൊക്കെ കൂടെ നമ്മുടെ മസാലയിൽ കിടന്നൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച ബീഫും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ നമ്മൾ എങ്ങനെയാണോ ബീഫ് വേവിച്ചെടുക്കുന്നത് അതുപോലെ വേവിച്ചെടുത്താൽ മതി. ബീഫ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈ വെച്ചൊന്ന് പിച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ഈ ഒരു ബീഫിൽ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നല്ല പോലെ പിടിച്ചു വരട്ടെ. ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഓഫ് ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ഈ ഒരു ബീഫ് ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാക്രോണി ഒക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അത് ചൂടോടെ ഊറ്റിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പം ഞാൻ പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല. പച്ചവെള്ളം ഒഴിച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഒരു വെള്ളത്തിൻ്റെ ഒരു ചുവ നമ്മുടെ ഈ ഒരു മക്രോണിക്ക് ഉണ്ടാവും, അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അതൊന്ന് ഊറ്റി അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അത്ര തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അവസാനം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഒരുപാട് മസാലയും കാര്യങ്ങളും ഒന്നും വേണ്ട മക്രോണി തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുള്ള മസാല ആണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു മക്രോണിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് മസാലപ്പൊടികൾ ചേർത്താൽ ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.